തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥി സമരം തുടരുകയാണ്. സമരത്തിൽ സമവായ നിർദ്ദേശം വിദ്യാർത്ഥികൾ തള്ളുന്നു. പോലീസ് മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടുന്ന സമിതി ആരോപണം അന്വേഷിക്കുമെന്നും അതുവരെ കോളേജ് അടച്ചിടാമെന്നുമൊക്കെയുള്ള ഉറപ്പുകൾ നൽകിയെങ്കിലും അതിലൊന്നും കുട്ടികൾ വഴങ്ങുന്ന സാഹചര്യമില്ല. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. നിങ്ങൾക്കെതിരെ വരുന്നു ഇല്ല ഇല്ല നടക്കില്ല, ഇപ്പണി ഇവിടെ നടക്കില്ല. ഫേവറിസം നിർത്തിക്കോ, പ്രിൻസിപ്പാളെ മൂരാച്ചി, പ്രസിഡന്റ് മൂരാച്ചി, നിങ്ങൾക്കെതിരെ വരുന്നു പ്രതിഷേധത്തിന്റെ ജ്വാല. ജസ്റ്റ് ഈ വിവരങ്ങളുമായിട്ട് ഷിനോജ് രണ്ടും ഉറപ്പിച്ചു തന്നെയാണ് വിദ്യാർത്ഥികളുള്ളത്. ഇപ്പോഴും അവരുടെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുന്നു. ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെയാണ് കുട്ടികളുള്ളത്. ഇപ്പോഴും ഈ കെട്ടിടത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികളുള്ളത്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ രാത്രിയും ഇപ്പോൾ ആവശ്യം സമരത്തിലിരിക്കുന്നത്. പ്രധാനമായും സമമായ ആവശ്യങ്ങളെ മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞ മാനേജ്മെന്റ് പറയുന്നത് ഇവർ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അത് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുക. മാത്രമല്ല 4-ാം തീയതി വരെ കോളേജ് അടച്ചിടാം. ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് അന്വേഷിക്കാമെന്ന് ഉറപ്പും വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഈ സമരം അവസാനിക്കുന്നില്ല. പ്രിൻസിപ്പൽ രാജിവെച്ചാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ എപ്പോഴും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ രാജിവെക്കുന്ന ആവശ്യം തന്നെയാണ് ഇപ്പോഴും പ്രിൻസിപ്പൽ രാജിവെക്കാണ്. ഞങ്ങളിവിടുന്ന് ഒരാൾ പോലും മാറത്തില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം. പലരും വന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഒരു തരത്തിലും പിന്നോട്ടില്ല. പ്രിൻസിപ്പളെ രാജിക്കത്ത് വരാണ്ട് ഞങ്ങൾ ഒരു തരത്തിലും പിന്മാറത്തില്ല. ഞങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തെ ആരും അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട, ഞങ്ങളുടെ പ്രതിഷേധത്തെ. ഞങ്ങളുടെ മാനേജ്മെന്റിന് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് വേണ്ടത്, ഞങ്ങളല്ല വേണ്ടത്. ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പളാണ് വേണ്ടത്. ഇത്ര കുട്ടികളുടെ ജീവന് ഒരു വിലയും കൊടുക്കുന്നില്ല. പ്രിൻസിപ്പളെ സംരക്ഷിക്കാനാണോ ഇപ്പോഴും മാനേജ്മെന്റും അധികാരികളും നോക്കുന്നത്? ഞങ്ങളുടെ ജീവനൊന്നും ഒരു വിലയുമില്ലേ ഇവിടെ? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നോ പ്രിൻസിപ്പളായിട്ട് ആരും ഒരാളെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്തിട്ടില്ല. ഇത്രയും നേരമായിട്ട് വിദ്യാർത്ഥികളുടെ ജീവൻ ഇത്രയും വിലയാണ് ഇവർ കൊടുക്കുന്നത്. ആകെ ഇവിടെ ഇത്തിരി നേതാക്കന്മാരും ബാക്കിയുള്ള കോളേജിലെ സീനിയേഴ്സും നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുവാണ്. പഠിക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരുടെ കുറഞ്ഞ മാർക്കിന്റെ പേര് പറഞ്ഞ് മെന്റലി ഹ്യൂമിലിയേറ്റ് ചെയ്യുക. അതല്ലാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷന്റെ പേര് പറഞ്ഞ് അതുകൊണ്ടാണ് കുട്ടിക്ക് ഇന്റൽ മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തത്. പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഇന്റൽ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ പാസ്സായി. ഈ മാർക്ക് വിഷയമല്ലാതെ നിങ്ങൾ പ്രധാനമായും പ്രിൻസിപ്പളിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്തൊക്കെയാണ്? പ്രിൻസിപ്പൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതല്ല. ഞങ്ങൾ ഇന്റൽ മാർക്ക് വാ തുറക്കാൻ ഒരു കാര്യങ്ങൾ പോലെ ഞങ്ങൾക്ക് വാ തുറന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു കാര്യങ്ങളും ചോദ്യം ചോദിച്ചതിന്റെ പേരില്ല ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചതിന്റെ പേരില്ല ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ എഴുതി തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വാ തുറന്ന് സംസാരിക്കാൻ പാടില്ല. പ്രിൻസിപ്പൾ പറയുന്നത് ഞങ്ങൾക്ക് പട്ടിക്കുട്ടികളെ കണക്ക് ഞങ്ങളെ കേൾക്കണം, ഞങ്ങൾ അനുസരിക്കണം. അതിനൊരു മറുപടിയും കിട്ടിയിട്ടില്ല. ആ കുട്ടി കൊടുത്ത പരാതി ഇന്നലെ രാത്രി കൊടുത്ത പരാതിക്ക് ഉച്ചയപ്പോൾ അവർ നടപടി പരാതിയായിട്ട് ചെന്നപ്പോ നിനക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ മേടിച്ചു തരാം. മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. അധികാരത്തിന്റെ അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. അധികാരത്തിന്റെ അഹങ്കാരം. പൈസ ഇല്ലാത്ത വീട്ടിൽ പിള്ളേരെ രണ്ട് രീതിയിലാണ് ഇവിടുത്തെ മാനേജ്മെന്റും ടീച്ചേഴ്സും ട്രീറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരെ പിള്ളേർ ഫീസ് അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ പോലും വേറെ രീതിയിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചു നിർത്തി സംസാരിപ്പിക്കുക. അതൊക്കെ ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. മാത്രമല്ല പ്രിൻസിപ്പൽ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പോലും നിനക്കൊക്കെ കാശ് അടച്ച് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അതിന്റെ പരാതിയായിട്ട് ചെന്നപ്പോ പ്രതിഷേധിക്കണേ, നീയൊക്കെ താഴെ ഇരുന്ന് പ്രതിഷേധിച്ചോളാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രിൻസിപ്പൾ. ഒരു എൻക്വയറി പോലും നടത്താതെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എൻക്വയറി നടത്താന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുപോലും ചെയ്യാതെ ഇത്രയും പേർക്ക് സസ്പെൻഷൻ കൊടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? ആ പ്രിൻസിപ്പളിന്റെ കാര്യത്തിൽ എൻക്വയറി നടത്തിയാൽ ഇനി ഡിസ്മസ് ചെയ്യാൻ പറ്റത്തുള്ളത്. എവിടുത്തെ പിള്ളേർക്ക് വേറെ നീതിയും പ്രിൻസിപ്പളിന് വേറെ നീതി. കൃത്യമായ തെളിവുകളുമായിട്ട് ഞങ്ങൾ പരാതിയായിട്ട് ചെന്നപ്പോൾ എൻക്വയറി റിപ്പോർട്ട് വന്ന് കുറ്റക്കാരാണെന്ന് തെളിയട്ടെ, എന്നിട്ട് ആക്ഷൻ എടുക്കാതെ ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുത്തല്ലോ. ഒരു എൻക്വയറിയും ഞങ്ങൾ നേരിട്ടില്ല. ഞങ്ങൾക്കെതിരെ സഡൻ ആക്ഷൻ പോലും വന്നിട്ടില്ല.
അവൾ അന്ന് വന്ന് അറ്റൻഡൻസ് എടുത്ത് പോയി. ഇത് ഇന്നും വന്ന് യൂണിഫോം ഇടാണ്ട്. ഞങ്ങളൊക്കെ യൂണിഫോം ഐഡന്റി കാർഡ് വന്ന ഉടനെ ID കാർഡ് മറന്നു പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാ പാന്റ് ഉണങ്ങാൻ മറന്നുപോയി ജീൻസ് ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫൈൻ അടക്കണം. പക്ഷെ ആ കുട്ടി വരുന്ന യൂണിഫോം ഇടാതെയാ. ആ കുട്ടിക്ക് വരാൻ വയ്യാണ്ട് സിക്ക് റൂമിൽ ബാക്കി ഏതെങ്കിലും കുട്ടിക്ക് വയ്യാണ്ട് വന്ന് സിക്ക് റൂമിൽ പോയാൽ ഉടനെ അവർ അറ്റൻഡൻസ് കട്ടി. ആ കുട്ടി പോയാൽ ആ കുട്ടിക്ക് അറ്റൻഡൻസ് ഉണ്ട്. ഒരു മണിക്കൂർ ക്ലാസ്സിൽ 30 മിനിറ്റ് ക്ലാസ് കൊണ്ടാണ് സിക്ക് റൂമിൽ പോകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആബ്സെന്റ് ആണ്. പക്ഷെ ആ കുട്ടി ആബ്സെന്റ് എടുക്കുന്ന അപ്പൊ തന്നെ സിക്ക് റൂമിൽ പഠിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ട് കോളേജ് ബസ്സിന് ഫീസ് അടയ്ക്കണം. അത് ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലാണ്ട് ഞങ്ങൾക്കറിയില്ല മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഫേവർ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഈ കുട്ടി തന്നെ പറഞ്ഞ് നടന്നിട്ടുള്ള കാര്യം. എനിക്കും എന്റെ അനിയത്തിക്ക് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടെന്നുള്ളത്, കോളേജ് ബസ്സിന്റെ ഫീസ്.